കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. കുടിയ കാറ്റടിക്കുന്നത് പോലെ എന്ന് നമ്മൾ വായിക്കുന്നു. 120 പേർ സഖ്യമാളിക മുറയിൽ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നു അല്ലേ. അവർ കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. കുടിയ കാറ്റടിക്കുന്ന പോലെ വന്നു അവരുടെ മേൽ പതിഞ്ഞു. അവർ ഓരോരുത്തരും അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. പ്രിയരെ, ഇന്നും അനേക സഭകളിൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടത്തി കാത്തിരിപ്പ് യോഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തലമുറയെ കൂടെ അതിനു വേണ്ടി ഒരുക്കണം. അങ്ങനെ അവരിൽ പല തടസ്സങ്ങളുണ്ട്. ഈ ലോകപ്രകാരം അവർ ജീവിക്കുകയല്ലേ, ലോകത്തിലല്ലേ അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തടസ്സങ്ങളുണ്ട്. അതിനെ തടസ്സങ്ങളെല്ലാം മാറ്റുന്ന കൊടിയ കാറ്റ് വരും. ആ കൊടിയ കാറ്റ് വന്നു കഴിയുമ്പോൾ അവർക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം മാറിയിട്ടവർ ദൈവത്തിൻ്റെ കൃപകളും കൃപാവരങ്ങളാൽ നിറയും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയും. ദൈവാത്മാവിൻ്റെ ശക്തിയാൽ നിറയും. അന്യഭാഷ അടയാളത്തോട് ആത്മാവിൽ സംസാരിക്കും. ദൂതുകൾ പറയും, പ്രവചനങ്ങൾ പറയും, വെളിപ്പാടുകൾ കാണും, രോഗശാന്തി അവരിൽ ഉണ്ടാകും. അവരെല്ലാവരും വരപ്രാപ്തന്മാരായി മാറും. സ്തോത്രം. നമ്മുടെ ബൈബിളിൽ വായിക്കുന്ന പോലെ ഒരു ദൈവദാസന് 4 പെൺകുട്ടികൾ അവർ പ്രവചിക്കുന്നവരായിരുന്നു എന്നാണ്. പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ആകട്ടെ, അവരെല്ലാവരും പ്രവചിക്കുന്നവരും ദൂത് പറയുന്നവരും ആലോചന പറയുന്നവരും ഒക്കെ ആക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കുറിച്ച് ബോധവാന്മാരായ മാതാപിതാക്കളും സഭാ ശുശ്രൂഷകരും കുടുംബങ്ങളും എല്ലാവരെയും ഒരുക്കി അല്ലേ. യഹോശാഫാത്ത് എല്ലാവരെയും ഒരുക്കി ഒരു വിടുതലിന് വേണ്ടി കാത്തിരുന്നത് പോലെ ഒരു വിടുതലുണ്ട്. ആമേ. നമുക്കെതിരെ പോരാടാൻ നിൽക്കുന്ന ശക്തികൾ വളരെ വലുതാണെങ്കിലും അവർ 3 കൂട്ടരായി 3 വിധത്തിൽ നിൽക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിട്ടുണ്ടോ, ദൈവിക വിടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും കേട്ടോ. അതുകൊണ്ട് ഭാരപ്പെടാതെ ഉറപ്പും ധൈര്യമുള്ളവരായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവേ, സർവശക്തനെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തലമുറയിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. കുടിയകാറ്റ് എന്ന പോലെ ശക്തിയോടെ വീശണമേ, ആമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് അന്ന് മാത്രമല്ല ഇന്നും പ്രവർത്തിക്കും. നമുക്കാണ് രോഗവും ക്ഷീണവും, പരിശുദ്ധാത്മാ രോഗവും ക്ഷീണമൊന്നുമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കും. നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ച്, അവരുടെ യാത്രകളെ ഏൽപ്പിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ ദേശത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇതാ പ്രവർത്തിക്കും, വലിയവ ചെയ്യും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.